സാറിന് ബിസിനസ് ചെയ്യാൻ ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് വരില്ലേ? ആ ടേണിംഗ് പോയിന്റ് എന്താണ്? ബിസിനസ് ചെയ്യാനൊരു ടേണിംഗ് പോയിന്റ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഞാനൊരു ജൂനിയർ ലെവലിൽ ജോയിൻ ചെയ്തെങ്കിലും ലാസ്റ്റിൽ ഞാൻ മാനേജർ ലെവലിൽ എത്തിയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ത്രൂ ദുബൈയിൽ ഒരു പ്രപ്പോസൽ ഇട്ടു ആ കമ്പനിയിലേക്ക്. അപ്പോൾ ദുബൈയിൽ പ്രപ്പോസൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ബിസിനസ് മാർക്കറ്റിങ്ങിനൊക്കെ പോകാനെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴേ എൻ്റെ ബോസിന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ എന്നെ കൊണ്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ എൻ്റെ കെയർ ഓഫിൽ പുള്ളി തന്നെ പോയിട്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യണമെന്നൊരു താല്പര്യം തോന്നി. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു മാനസികമായിട്ട് സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ട്രിപ്പിന് ഞാനും വരുന്നുണ്ട് ദുബൈക്ക്, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞു. ഞാനും വേറെ ദുബൈയിൽ പോയിട്ട് വന്നു. അപ്പോൾ ആ ബിസിനസ് അവിടെ പറഞ്ഞു വെച്ചിരുന്ന ബിസിനസ് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു, ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അവരോട് പറഞ്ഞു ഇങ്ങനെയാണ്, ഡിസ്പ്യൂട്ടിലാണ്, അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളും അവരും കൂടെ തിരിച്ചു പോകുന്നു. അവരെ കൊണ്ട് ഒന്നും കഴിഞ്ഞില്ല, ഞാൻ വേറെയും തിരിച്ചു പോകുന്നു. ഇവിടെ വന്നതിന് ശേഷം അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി അങ്ങനെ ജോലി ചെയ്തിട്ടപ്പോൾ കാര്യമില്ലല്ലോ. ഇതിൻ്റെ ചെയർമാൻ വളരെ നല്ല മനുഷ്യനാണ്, പക്ഷേ ആ ബോസും ഞാനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം തുടങ്ങിക്കഴിഞ്ഞപ്പം 11 വർഷം ജോലി ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇത്രയും നമ്മൾ ഈ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നത് തന്നെ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും മെച്ചമെന്ന് തോന്നി. അങ്ങനെയാണ് സ്വന്തമായിട്ട് തുടങ്ങാൻ തോന്നുന്നത്. ഒരു ടേണിംഗ് പോയിന്റ് ഇതാണ്. ദൈവത്തിൻ്റെ ഗിഫ്റ്റ് തീർച്ചയായിട്ടും ഉണ്ട്. അതെ. അപ്പോൾ സാറിന് ഇനിയിപ്പോൾ അടുത്ത ഫ്യൂച്ചർ എന്താണ് സാറിൻ്റെ? അടുത്ത ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തന്നെ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇവിടെ വരെ എത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. അപ്പോൾ അങ്ങനെ അടുത്ത ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ, ഇത് മുന്നോട്ട് കൊണ്ടുപോകുക, കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക, അത് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അതായത് ഇത്രയും കൊണ്ട് നിൽക്കണമെന്നല്ല തോന്നുന്നത്, കൂടുതൽ ജോലിക്കാർക്ക് തൊഴിൽ കൊടുക്കുകയും അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുകയും നല്ല സെറ്റപ്പിൽ കൊണ്ടുവരികയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നല്ല മനസ്സാണ്. കാരണം പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അവർ എല്ലാവരും നല്ലവരാണെന്നൊക്കെ പറയാൻ പറ്റില്ല. ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്നവരൊന്ന് സഹായിക്കണം എന്നുള്ളൊരു, അങ്ങനെ വരുന്നവർ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ NDTയുടെ ചെറിയ കോഴ്സ് കൊടുക്കാനായിട്ട് പത്തനംതിട്ട സെൻറ്റ് ജോൺസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവർ BA BCom ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അലക്സ് എന്ന് പറയുന്ന അതിൻ്റെ പ്രിൻസിപ്പൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ട് ഈ കോഴ്സ് അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഈ കോഴ്സ് പഠിക്കുകയും അവരെ നമ്മൾ പാസ്സാവുകയും അവരെ നമ്മളിവിടെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് വരുന്ന ആൾക്കാർക്കൊക്കെ താമസിക്കാനായിട്ട് ഇവിടെ ഒരു 7 റൂമുകൾ എടുത്തിട്ടുണ്ട്. അവർക്കിവിടെ താമസിക്കാം. വരുമ്പോൾ തന്നെ പറയും, ഈ ജോലി 1 മാസം നിങ്ങൾ നോക്കുക, ജോലി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലാന്നൊരു നിങ്ങൾക്ക് തിരിച്ചു പോവാം. അതല്ല എങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവരെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കോഴ്സൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ 3 വർഷത്തെ ബോണ്ടുണ്ട്. ആ 3 വർഷത്തെ ബോണ്ട് നമ്മുടെ കൂടെ നിൽക്കണം. അതല്ല 6 മാസത്തിനുള്ളിൽ പോകാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല. അപ്പോഴേ കാരണം ഇതിന് കുറച്ച് എക്സ്പെൻസ് ഉണ്ട് വേറെ കോഴ്സിനൊക്കെ വിടുന്നതിന്. പിന്നെ അല്ലാതെ പലരും ഗൾഫിലൊക്കെ പോയിട്ട് വളരെ ബുദ്ധിമുട്ടി വന്നവരൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ തരണമെന്ന് പറഞ്ഞ്, ഇപ്പോൾ ഇവിടെ ബോംബെ വരുമ്പോൾ അക്കോമഡേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെല്ലാവർക്കും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കൊടുക്കുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റോട്. ഫുഡ് ബോംബെ കൊടുക്കുന്നില്ല. ബോംബെക്ക് വെളിയിൽ ഫുഡിനുള്ള അലവൻസ് കൊടുക്കുന്നുണ്ട്, കുക്കിനെ വെക്കുന്നുണ്ട്, കുക്കിംഗ് മെറ്റീരിയൽസും അവിടെ വെക്കുകൾ, അക്കോമഡേഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇത്രയും സൗകര്യങ്ങളൊക്കെ സാർ ചെയ്യുന്നില്ലേ? ഇത്രയും ചെയ്താലും പോരാന്ന് പറയുന്നവരും ഉണ്ടേ? ഉണ്ട്. അവരെ കുറിച്ച് സാറിൻ്റെ ഭാവനയിൽ എന്താ തോന്നുന്നത്? അല്ല, അതിപ്പം ഞാൻ ജോലി ചെയ്ത സമയത്ത് എനിക്കും അങ്ങനെയാണല്ലോ തോന്നുന്നത്. എംപ്ലോയർ എത്ര തന്നു കഴിഞ്ഞാലും നമുക്ക് മതിയാകത്തില്ല. അപ്പോൾ അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. നമ്മുടെ ജോലിക്കാരും അത് തന്നെയായിരിക്കും ചിന്തിക്കുക, എത്ര കിട്ടിയാലും അത് പോരാല്ലോ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുകയാണ്. ഒരു 30% ആൾക്കാർ പോരാന്ന് പറയെങ്കിലും എൻ്റെ കമ്പനിയിലുള്ള 70% ആൾക്കാരും വളരെ തൃപ്തിയിലാണ് ജോലി ചെയ്യുന്നത്. കാരണം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, പത്തനംതിട്ടയിൽ ഇതിൽ കോഴ്സ് വെച്ചിട്ടുണ്ട്, അവിടെ പഠിച്ച് പാസ്സാവുന്ന കുട്ടികൾ ഇവിടെ വന്നാൽ ഞാൻ അവർക്ക് ജോലി കൊടുക്കുന്നില്ല. 3 കൊല്ലം നമ്മൾ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതൊക്കെ നല്ല കാര്യം കേട്ടോ സാർ, വളരെ നല്ല കാര്യം. ഇനി നമുക്ക് കുട്ടിയുടെ അടുത്തേക്ക് പോകാം. മോൻ്റെ പേരെന്താണോ? അച്ഛനെ എപ്പോഴും സഹായിക്കില്ലല്ലേ? എന്തൊക്കെ അച്ഛൻ്റെ ഈ ഡെവലപ്മെൻറ്റിൽ മോന് ഭയങ്കര സന്തോഷമില്ലേ? മോനെന്താ പരിപാടി? ഞാൻ 12th കഴിഞ്ഞു. അപ്പം അച്ഛനെ സഹായിക്കണമെന്നാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണമെന്നാണ്? അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പം മോൻ്റെ ഉദ്ദേശം ഈ അച്ഛൻ്റെ ഈ ഡെവലപ്മെൻറ്റിലൂടെ സഹായിക്കണമെന്നില്ലേ? കൂടെ നടക്കണം, അച്ഛനെ സഹായിക്കണം, ഡെവലപ്പ് ആവണം, അച്ഛന് റെസ്റ്റ് കൊടുക്കണം, അങ്ങനെ ഒരു സംഭവം മനസ്സിലില്ല സാറേ? ഈ മക്കളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെന്നല്ലേ സാറിൻ്റെ ആഗ്രഹം? അതെ. അതെങ്ങനെയാണ് സാർ ഉദ്ദേശിക്കുന്നത്? അതിനുവേണ്ടി അവർക്കും ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കണം, BRCയുടെ കോഴ്സിനൊക്കെ പരിശീലനം കൊടുക്കണം. അതിനുശേഷം ഈ ജോലി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഗൈഡൻസിൽ
ഈ സ്ഥാപനം അവർ നടത്തണം. അതാണ് എൻ്റെ ഉദ്ദേശം. അത് നല്ല കാര്യം തന്നെയാണ്. മക്കൾക്ക് താല്പര്യം ഉണ്ട് താനും. അപ്പം പിന്നെ അവരെ ചെയ്തോളും. അത് നല്ല വിശ്വാസമുണ്ട്. അത് അങ്ങനെ തന്നെ ആവട്ടെ സാറേ, അങ്ങനെ തന്നെ വേണ്ടത്. അല്ലാണ്ട് നിങ്ങളിപ്പോൾ വേറെ പഠിച്ച് വേറെ എനിക്ക് അച്ഛനും മകനൊന്നും വേണ്ട, സത്യമൊന്നും വേണ്ട, എനിക്ക് അങ്ങനെ ഒരു മനസ്സില്ലല്ലോ. ഇതൊക്കെ സാറേ ഭാഗ്യം എന്ന് പറയണേ. അതൊരു ഭാഗ്യമാണ്. അവർക്ക് ഇതിൽ താല്പര്യമുണ്ട്. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞ പോലെ ലൈസൻസ് വേണമല്ലോ. അപ്പോൾ അതിന് വിദ്യാഭ്യാസം ഉള്ളവരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ഫീൽഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിവിൽ കൺസ്ട്രക്ഷനൊക്കെയാണ് ആർക്കും ചെയ്യാം, ബിൽഡിംഗ് ആണെങ്കിലും ആർക്കും ചെയ്യാം. ഇതിന് BRCയുടെ കോഴ്സ് പാസ്സാകാൻ ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. തന്നെയല്ല ഇത് കുറച്ചുകൂടെ സയൻറ്റിഫിക് ടെസ്റ്റിംഗ് ഒക്കെയാണ്. ഇതിന് പീരിയോഡിക്കൽ ടെസ്റ്റിംഗ് ഉണ്ട്, റിന്യൂവൽ ഉണ്ട്, സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈവൻ എംപ്ലോയീസിനെയും നമ്മൾ സെമിനാറിനും ട്രെയിനിങ്ങിനും ഒക്കെ വിടാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ പ്രാക്ടീസ് കിട്ടാനായിട്ടാണ് സ്കൂൾ ചെയ്യുന്നത്. സാറേ, ഇത്രയും കാലത്ത് ജീവിതത്തിനിടയ്ക്ക് ഈ ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ട് സാറൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് സംതൃപ്തനാണോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ തന്നെ വിലയിരുത്തുന്നുണ്ട്, ഇത് ഒരു നല്ല അച്ചീവ്മെൻ്റാണ്. കാരണം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നവരൊക്കെ ഇന്നും ജോലിക്കാർ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി. ബോംബെ തന്നെ ഒരു 2-3 സ്ഥലത്തായിട്ട് ഓഫീസ് സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യയിൽ മിക്ക സ്ഥലത്തും നമ്മുടെ ബ്രാഞ്ചുകളും സൈറ്റുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ എത്താൻ കഴിഞ്ഞതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും, ഇവിടെ എത്താൻ കഴിയുമായിരുന്നോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല അച്ചീവ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടി സാറിൻ്റെ ഒരു ഗുഡ് അഡ്വൈസ് എന്താണ്? ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ സമയത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് മുന്നോട്ട് വന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഓവർനൈറ്റിൽ മില്യനർ ആണ്. അത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വന്ന് എല്ലാവരും ബിസിനസ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കണം. ജോലി ചെയ്യുന്നതിൽ കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്ന എപ്പോഴും ബിസിനസ്സിനാണ്. നമ്മുടെ മലയാളികളുടെ ബ്ലഡിൽ ജോലി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബിസിനസ്സിനോട് താല്പര്യം വരികയും പുതിയ ആധുനിക രീതിയിലുള്ള ബിസിനസ്സുകൾ കണ്ടെത്തി അതിൽ നിന്നും പ്രയോജനം ഉണ്ടാക്കാനും ശ്രമിക്കണം. സാറിൻ്റെ ഭാവി പരിപാടി ഇപ്പോൾ ഈ ബിസിനസ് ഓൾറെഡി ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദുബൈയിൽ ഓഫീസ് ഇട്ടതും. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്കിപ്പോൾ ക്വാളിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കൂടാതെ ഇന്ത്യക്ക് വെളിയിലുള്ള പല കൺട്രികളിലും പ്രൊജക്റ്റ് എടുത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരു 3500 സ്ക്വയർ ഫീറ്റിൽ ഒരു പുതിയ ഓഫീസ് എടുത്തിട്ട് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ക്ലയൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഇംപ്രഷന് വേണ്ടി അവിടെ ഒരു തുടക്കമാണത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ നമുക്കിത് ഇപ്പോൾ ഇതിൽ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഈ സ്ഥാപനം വലുതാക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശം. നമ്മൾ നിരവധി എപ്പിസോഡുകൾ കണ്ടു, പലതരത്തിലുള്ള വ്യക്തികളുടെ ഫ്യൂച്ചറെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഷാജി സാറിൻ്റെയും ഫാമിലിയുടെയും ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് കേട്ടു, വളരെ സന്തോഷമായി. സാർ വ്യത്യസ്തമായ രൂപത്തിലാണ് ഞങ്ങളോടിത് പറഞ്ഞത്. അതുമാത്രമല്ല, വ്യത്യസ്തമായ രൂപത്തിലാണ് സാറിൻ്റെ ഈ ഫ്യൂച്ചർ വളർന്ന് വലുതായി വരുന്നത്. സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് ജോലി കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് വരാനാണ് സാറിൻ്റെ മനസ്സിൽ. അപ്പോൾ ഈ സാറിൻ്റെ ഈ നല്ല സംരംഭം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഈ ബിസിനസ് മക്കളുടെ കയ്യിലേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ സർവേഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ചുരുങ്ങിയ വാക്കുകൊണ്ട് പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഇനി ഈ എപ്പിസോഡിലെ ചോദ്യം, വളരെ കുറച്ചു കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആര്? ഒന്നും കൂടെ ചോദ്യം, വളരെ കുറച്ചു കാലം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നത് ആര്? ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.